സർക്കംസൈസ്ഡ് ആയിട്ടുള്ള പുരുഷന്മാരിൽ 12% പേരിലാണിത് കണ്ടതെങ്കിൽ അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ളവരിൽ, അതായത് അഗ്രചർമ്മം മുറിച്ച് കളയാത്തവരിൽ 22% പേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്രചർമ്മം മുറിച്ച് കളയുന്നവരിലും കളയാത്തവരിലും തമ്മിൽ ഒരു 10% ഡിഫറൻസ് കണ്ടിട്ടുണ്ട്. ഇതാണ് ഇതിനെപ്പറ്റിയുള്ള കണക്കുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു രോഗമായിട്ട് കാണരുത്, ഇതിന് ചികിത്സ ആവശ്യമില്ല. പലരും ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് ഇവിടെയും ചികിത്സ തേടിയെത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചൊറിച്ചിലോ വേദനയോ മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ല എങ്കിൽ ഇതിന് ചികിത്സ തേടി നടക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ അനാവശ്യമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ എന്തെങ്കിലും ക്രീമൊന്നും വാങ്ങിച്ച് പുരട്ടിയാൽ മാറുന്നതല്ല. ഇതൊരു ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്ന സംഗതിയല്ല. ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായ ചികിത്സ എന്ന് പറയുന്നത് രോഗിയെ പരിശോധിച്ച് നോക്കി മറ്റ് അസുഖങ്ങളൊന്നുമില്ല, അനുബന്ധ രോഗങ്ങളൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക, റീഅഷ്വറൻസ് കൊടുക്കുക, അതാണ് അതിനാവശ്യമുള്ളത്. പിന്നെ അത്ര ഇത് കളയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രയോ സർജറിയും ലേസർ സർജറിയും ആ തരത്തിലുള്ള ചില ചികിത്സാ മാർഗങ്ങളുണ്ട്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, സർജിക്കൽ അബ്ലേഷൻ, കോട്ടറൈസേഷൻ, അങ്ങനെ പല ചികിത്സകളും ചെയ്യാറുണ്ട്. അതൊക്കെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെ ഡെർമറ്റോളജിസ്റ്റാണ് ചെയ്യുന്നത്.